അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം. ചതയം പൂരുരുട്ടാതി മുക്കാൽ. പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. ചില വിഷമ ഘട്ടങ്ങളിൽ കൂടെ അഥവാ അങ്ങനെയുള്ള ചിന്തയിൽ കൂടെ പോകേണ്ട പെർപ്ലക്സ്ഡ് തോട്ട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചിന്തയും ഒക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. എന്നാൽ പുതിയ നൂതന ആശയങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. അത് വേണ്ട പോലെ ചിന്തിച്ച് സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ അത് ഭാവിയിലേക്ക് അത് പ്രയോജനം ചെയ്യുന്നതാണ്. കുജൻ മേടത്തിലേക്ക് മാറുന്നു. അത് കുറച്ച് സഹോദരനുമായിട്ടും സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടും ഒക്കെയുള്ള നല്ല ബന്ധം ഉണ്ടാകുന്നതാണ്. അതുപോലെ ധൈര്യം, അതുപോലെ പ്രവർത്തനശേഷി ഇതൊക്കെ ഈ കുജൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പുതിയ മാറ്റങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടും പ്രവർത്തന സംബന്ധമായിട്ടും ഒക്കെ പ്രായോഗികമായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള, അതായത് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ്, പത്രപ്രവർത്തനം ഇങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, ടെക്നോളജി സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ധനപരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള കാലമാണ്. മുൻപ് വൈരത്തിലിരുന്നവരും സഹോദരത്തിനും സഹോദര സ്ഥാനീയരും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഉണ്ടാകും. അതുമൂലമുള്ള പേശീവേദന ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഹുവിനെ ഭജിക്കുക, രാഹുവിൻ്റെ മന്ത്രം ജപിക്കുക, സർപ്പക്ഷേത്രത്തിൽ, നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ മഞ്ഞൾപ്പൊടി ആടുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.